കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായ ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയുടെ കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൈറിച്ച് മണി ചെയിൻ കമ്പനിയുടെ ആസ്തികൾ കണ്ടുകെട്ടിയ നടപടി സ്ഥിരപ്പെടുത്തിയിരുന്നു. അതിന് എതിരായി ഹൈറിച്ച് കമ്പനി സമർപ്പിച്ച അപ്പീലിൽ ഇന്നലെ കോടതിയിൽ വാദം നടന്നിരുന്നു. കമ്പനിയുടെ ബാധ്യതയും ആസ്തിയും നിശ്ചയിക്കാൻ ഏത് അതോറിറ്റിക്കാണ് ചുമതല എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കേസ് ഈ വരുന്ന 20-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ നടത്തിയ കമ്പനി ഒരു പോൺസി സ്കീം അല്ലെങ്കിൽ മണി ചെയിൻ തട്ടിപ്പാണ് എന്ന് കണ്ടെത്തിയിരുന്നു. അനധികൃതമായി നിക്ഷേപം സ്വീകരിച്ച് തട്ടിപ്പ് നടത്തുന്നത് തടയിടാൻ തയ്യാറാക്കിയ ബെഡ്സ് ആക്ട് പ്രകാരം ചുമതലപ്പെടുത്തിയ കോടതി 2 തവണയാണ് ഈ കമ്പനി പ്രവർത്തിച്ചത് മണി ചെയിൻ മോഡലിലാണ് എന്ന് ഉത്തരവിട്ടത്. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ എല്ലാ ആസ്തികളും നിക്ഷേപകർക്ക് അവകാശപ്പെട്ടതാണെന്നും അത് ലേലം ചെയ്ത് നിക്ഷേപകർക്ക് നൽകണമെന്നും ഉത്തരവിൽ പറയുന്നു. ഇനി ഈ ആസ്തികൾ ലേലം ചെയ്യുന്നതും അത് നിക്ഷേപകർ എന്ന് പറയുന്ന പരാതി നൽകിയവർക്ക് പങ്കിട്ട് കൊടുക്കുന്ന നടപടിയും ഒക്കെയാണ് വരാനുള്ളത്. എന്തായാലും അതോടെ ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിക്കെതിരെ FIR ഇട്ടവർക്ക് പണം തിരികെ ലഭിക്കും. അപ്പോഴും കേസൊന്നും കൊടുക്കാതെ ജയ് ഹൈറിച്ച് എന്ന് വിളിച്ചു നടക്കുന്ന തലച്ചോറ് പണയം വെച്ച ആളുകൾക്ക് എന്താണ് കിട്ടാൻ പോകുന്നതെന്ന് കണ്ടു തന്നെ അറിയണം. ഇപ്പോൾ പല കുടുംബങ്ങളിലും വഴക്കുകൾ കൂടി വരികയാണ്. ഹൈറിച്ചിൽ വലിയ തോതിൽ പണം നിക്ഷേപിച്ചത് അബദ്ധമായി പോയെന്ന തോന്നൽ പല മെമ്പേഴ്സിനും ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. ഗൾഫിൽ ജോലി ചെയ്യുന്ന പലരുടെയും വീടുകളിൽ അവർ അറിയിക്കാതെ ഭാര്യമാർ സ്വർണം പണയം വെച്ചൊക്കെ ഹൈറിച്ചിൽ പൈസ ഇട്ടിരുന്നു. ഇപ്പോൾ പണയം പുതുക്കാൻ ബാങ്കിൽ നിന്നും നോട്ടീസ് വരുമ്പോഴാണ് കുടുംബത്തിൽ വഴക്കുകൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിക്ഷേപകർ കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവരോടൊക്കെ നിയമത്തിൻ്റെ വഴിയിൽ നീങ്ങാൻ പലപ്പോഴായി പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ തട്ടിപ്പിനെക്കുറിച്ച് പറയുന്നവരെ ഭീഷണിപ്പെടുത്തുന്ന നീക്കങ്ങളാണ് പുതിയ സൊസൈറ്റി എന്ന ഏർപ്പാട് നടത്തുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹൈറിച്ച് പൂട്ടിക്കെട്ടിയപ്പോഴും ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞാനിപ്പോഴും എൻ്റെ ഓഫീസിലിരുന്ന് ഐഡികൾ അടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ റഷീദ് അലി എന്ന ഒരാൾ, ഇയാൾ സ്വയം മാസ്റ്റർ എന്നാണ് ഇയാളെ തന്നെ വിളിക്കുന്നത്. ഈ സംസ്കാര സമ്പന്നനായ ദീനിൻ്റെ മാർഗത്തിൽ ജീവിക്കുന്ന ഹൈറിച്ച് തട്ടിപ്പിലെ ലീഡർ ആയിരുന്ന, ഹൈറിച്ച് പൊളിഞ്ഞപ്പോൾ അപ്പെക്സ് ടോക്കൺ വിൽക്കാൻ പോയ, അതും ഒരു വഴിക്കായപ്പോൾ സൊസൈറ്റിയിൽ കടന്നുകൂടിയ റഷീദ് അലി മാസ്റ്റർ മഞ്ചേരി എന്ന സംസ്കാര സമ്പന്നനായ ആളുടെ വാക്കുകളും ഭീഷണിയും ഒന്ന് കേട്ടു നോക്കാം. ആഷിമേ, ഹലോ. അത് പറമ്പലില്ല മുട്ടത്തലയും ആഷിമല്ലേ? എന്റെ പേര് അഷിം എന്നാണ്. ആരാണ് ഇങ്ങനെ മുട്ടത്തലേന്ന് വിളിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കത് ഒരാളെ വിളിക്കുമ്പോ ഒരു മര്യാദ ഇല്ല. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അതന്നെ മര്യാദക്കനെയാണ് വിളിക്കുന്നത് കേട്ടോ. ഞാന് പല പ്രാവശ്യം നിങ്ങളെ വിളിച്ചു. അതെ, ബാക്കി പറയാം. ബാക്കി നിങ്ങൾ വിളിക്കുമ്പോ ഫോണുകളൊന്നും നിർബന്ധമുണ്ടോ? ബാക്കി കേട്ടോളൂ. 6 പ്രാവശ്യം പല പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. പ്രാവശ്യം രാത്രി ചിലപ്പോ നമ്മൾ തിരക്കിലായിരിക്കും, അല്ല വണ്ടി ഓടിക്കായിരിക്കും, ബിസി ആയിരിക്കും, ആയിക്കോട്ടെ. എന്നാലും നമ്മക്ക് ഞാൻ ആളെ മനസ്സിലാക്കണോ? ഇപ്പൊ നിങ്ങൾ ബിസി ആണെങ്കിൽ ഞാൻ വേറെ സമയത്ത് വിളിക്കാം, രാവിലെ വിളിക്കാം. അതെ, വേണ്ട, ഞാൻ ആളെ മനസ്സിലാക്കാൻ ചോദിക്കാം. പറഞ്ഞോ, ആരാണ്? ഞാൻ റഷീദ് അലി മാസ്റ്ററാണ്, മഞ്ചേരി. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹൈറിച്ചിന്റെ ലീഡർ. അതെ, മനസ്സിലായില്ലേ? അപ്പൊ നമ്മള് നിങ്ങളെ പേരിൽ മാനനഷ്ട കേസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളിപ്പോ ഇന്നലെ പിന്നെ ഈ സൈബർ സെല്ലിൽ വിളിച്ചപ്പോ മാപ്പൊക്കെ പറയുന്നത് കേട്ടു. ഞാൻ ഒരാളോടും മാപ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങളിട്ട എല്ലാ വീഡിയോസും നിങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ മാപ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ഞങ്ങൾ കേസ് കൊടുക്കും. മാത്രമല്ല സൈബർ സെല്ലിലും ഞങ്ങളെ പേരിൽ കേസ് കൊടുക്കും. ഞാൻ മാനനഷ്ട കേസും കൊടുക്കാൻ പോകണം. കൊടുത്തു. നിങ്ങളുടെ വോയിസ് ക്ലിപ്പൊക്കെ നമ്മൾ എടുത്തുണ്ടല്ലോ കേട്ടോ. ആയിക്കോട്ടെ കേട്ടോ. നിങ്ങൾ ആ വോയിസില് നീ ഇപ്പൊ മര്യാദക്ക് പറഞ്ഞില്ലേ? നീ എത്ര മര്യാദയിലൂടെ ആ വോയിസിൽ പറഞ്ഞത്? പിന്നെ നീ അല്ലാതെ നിനക്ക് എത്ര വയസ്സുണ്ടോ? എനിക്ക് 59. എത്ര? 59. 59. ഞാൻ അതിന്റെ മുകളിലാണ്. ആയിക്കോട്ടെ, നിന്നെ വിളിച്ചെന്താ? നീ വിളിച്ചാൽ മോശമാണോ? നീ വിളിച്ച മോശമാണോ? പറയേ. ഞാൻ റഷീദ് അലി മാസ്റ്റർ എന്നാണ് വിളിച്ചത്. അത് വേണ്ട, നീ വിളിക്കണ്ട. നീ വിളിക്കണ്ട. അതന്നെ, നിന്നെ മുട്ടത്തലേന്ന് അപ്പുറം വിളിക്കാൻ പറ്റുമോ? നിന്നെ പിന്നെ ഞാൻ എന്ത് പേരാണ് വിളിക്കേണ്ടത്? നീ എന്ത് വിളിച്ചോ? നീ എന്തൊക്കെ പറഞ്ഞു? അപ്പൊ നമുക്ക് കോടതിയിൽ കാണട്ടോ. നിന്നെ ഞാൻ മര്യാദ പഠിപ്പിച്ചു തരാം. നീ നിക്ക് കേട്ടോ. നമ്മൾ കാണോട് കാണാം. നിന്നെ കേരളത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനും നമ്മൾ വെക്കും. മനസ്സിലായില്ലേ? നിന്നെ എല്ലാ പോലീസ് സ്റ്റേഷനിലും കേരളത്തിലേക്ക് വെച്ചും. ആയിക്കോട്ടെ. ഒരു കാരണവശാലും ഹൈറിച്ച് എന്ന തട്ടിപ്പ് കമ്പനിയോട് മാപ്പ് പറയുന്നില്ല. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. കേരളത്തിൽ എല്ലായിടത്തും മഞ്ചേരി മാസ്റ്റർ കേസ് കൊടുക്കുമെങ്കിൽ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാം. നിങ്ങൾ ഇത്തരം കേസുമായി നടക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക. നിങ്ങളുടെ കാണപ്പെട്ട ദൈവം പ്രതാപൻ സാർ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹത്തെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ കൂടെ വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്യണം.